എന്റെ അപ്പൂസ് കരയരുത്. അപ്പൂസിന്റെ അസുഖം എല്ലാം മാറും. ഞാൻ മാതാവിനോട് അപ്പൂസിന്റെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാ സങ്കടവും മാതാവ് മാറ്റിത്തരും. എന്നീ ചീര കൊണ്ട് മാത്രം കറി ഉണ്ടാക്കുന്നത്? ഇതില് നിറയെ വിറ്റമിൻ ആണെന്നാ നിന്റെ പപ്പ പറയുന്നേ. വിറ്റാമിൻ എന്ന് പറഞ്ഞ എന്താ അമ്മച്ചി? വിറ്റാമിൻ എന്ന് പറഞ്ഞ അത് പിന്നെ എണീറ്റ് പോടാ, ഉണ്ടാക്കി വെക്കുമ്പോ വന്ന് കഴിച്ചാ മതി. ചേച്ചി എന്നതാ എന്തു ഈ വിറ്റാമിൻ? ആലോചിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ് ശല്യപ്പെടുത്തല്ലേടാ. എന്നതാ ചേച്ചി ആലോചിക്കുന്നത്? അടുത്തതായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നതാന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അതും ഞാൻ തന്നെ പറയട്ടെ. ഒരു ആനയെ വേണമെന്ന് പ്രാർത്ഥിച്ചാലോ? ഓ, ആനയ്ക്ക് ചീര എറിഞ്ഞു കൊടുത്താ പോരാ, ഇവിടെ പട്ടിണി കിടന്ന് ചാവും അത്. അമ്മച്ചി, നമുക്ക് ആ നിധി കാണിച്ചു തരാൻ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാലോ? ഇപ്പോഴേ വേണോ അത്? ഇപ്പൊ എന്നതാ ഒരു കുഴപ്പം? ഞാൻ മാതാവിനോട് പായസം വേണോന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയില്ലേ? ആ കാക്കാലത്തി പറഞ്ഞ മാതാവിന്റെ അനുഗ്രഹമുള്ള കുട്ടി ഇപ്പൊ ഞാനാ അമ്മച്ചി. പായസം എന്നൊക്കെ പറയുന്നത് അതൊരു നിസ്സാര കാര്യല്ലേ? മാതാവിന്റെ അനുഗ്രഹം കിട്ടിയെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടി ശക്തമായ എന്തെങ്കിലും കാര്യം വേണം. അപ്പൊ എനിക്ക് മാതാവിന്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെന്നാണോ അമ്മച്ചി പറയുന്നത്? എന്നല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, ഈ ദിവ്യാത്ഭുതം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? കണ്ണു കാണാത്ത ആൾക്ക് കാഴ്ച കൊടുക്കുക, നടക്കാത്ത ആളെ നടത്തുക, കുട്ടികളില്ലാത്തവർക്ക് പ്രാർത്ഥനയിലൂടെ കുട്ടികൾ ഉണ്ടാവുക. അതുപോലെ എന്നെങ്കിലും വേണം. അമ്മച്ചി പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. നമുക്ക് നേരിട്ട് നിധി എവിടെയാന്ന് മാതാവിനോട് ചോദിക്കാം. നിധി എടുത്തിട്ട് ബാക്കി നോക്കാം. നിനക്ക് അനുഗ്രഹം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി അതൊക്കെ. ഒരു ചെറിയ മുറിവെങ്കിലും നീ ഒന്ന് പ്രാർത്ഥിച്ച് ഉണക്കി കാണിക്കും. അത് കഴിഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ശരി, മുറിവണക്കാൻ ഞാൻ. അതിനിപ്പോ മുറിവെവിടെ? എന്തായാലും കൊതുകടിച്ചൊരു മുറിവുണ്ട്, അത് മതിയോ? പോടാ, അതൊന്നും പോരാ. രക്തം വരുന്ന മുറിവ് വേണം. രക്തം വരുന്ന മുറിവോ? അതിനിപ്പോ എവിടെ പോവാനാ? ആ, നമുക്കൊരു മുറിവ് ഉണ്ടാക്കിയല്ലോ അമ്മച്ചി. അതെങ്ങനെ? അമ്മച്ചി കൈ ഇങ്ങോട്ട് നീട്ടിയേ. എന്നാത്തിനാ? ഈ കത്തി വെച്ച് അമ്മച്ചിയുടെ കയ്യില് ഞാനൊരു കുഞ്ഞു മുറിവ് ഉണ്ടാക്കും. പോടി അവിടുന്ന്, എനിക്ക് വേദനിക്കും. അമ്മച്ചി ഒരു കുഞ്ഞു മുറിവ് അത്രേ മതി. വേണ്ട വേണ്ട വേണ്ട, ചോര കണ്ടാലേ എനിക്ക് തലകറങ്ങും. എടാ കെവിൻ മോനെ, മോന്റെ കൈ ഒന്ന് നീട്ടിയേ, ചേച്ചി ഒന്ന് മുറിക്കട്ടെ. ചേച്ചി ആ കത്തി ഇങ്ങെടുക്ക്, ചേച്ചിയുടെ കൈ ഞാൻ മുറിച്ചു തരാം. അയ്യോ അത് വേണ്ട. എടി മോളെ, നീ തന്നെ പ്രാർത്ഥിച്ച് അപ്പൊ തന്നെ മാതാവിനെ കൊണ്ട് അതങ്ങ് ഉണക്കിച്ചാ പോരെ? അങ്ങനെയല്ല, മറ്റുള്ളവരുടെ മുറിവെ പ്രാർത്ഥിച്ചുണക്കാൻ പറ്റൂ. ഒന്ന് കൈ നീട്ടാൻ പറ്റി. അമ്മച്ചിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. വേണ്ട വേണ്ട, അതി കുറച്ചുള്ള വിശ്വാസമൊക്കെ മതി. ഇങ്ങോട്ട് കൈ നീട്ടാൻ പറ്റി. അയ്യോ നീ എന്റെ കൈ വെട്ടി മുറിച്ചോ? അമ്മച്ചി കരയാതെ, ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ച് ശരിയാക്കി തരാം. എന്റെ മാതാവേ, അമ്മച്ചിയുടെ കയ്യിലെ മുറിവ് എത്രയും വേഗം ഉണക്കി തരണേ മാതാവേ, എന്റെ മാതാവേ. അമ്മച്ചി നോക്കി ചോര. അയ്യോ ചേച്ചി, അമ്മച്ചിയുടെ ബോധം പോയി. അമ്മച്ചി, അമ്മച്ചി, അമ്മച്ചി. ചേച്ചി മാതാവിനോട് പ്രാർത്ഥിക്കേച്ചി. പോടാ അവിടുന്ന്. അമ്മച്ചി, അമ്മച്ചി എഴുന്നേക്ക്. അമ്മച്ചി, 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 അമ്മച്ചി കണ്ണു തുറക്ക്. അമ്മച്ചി, ചേച്ചി, അമ്മച്ചി ചത്തു. അമ്മച്ചി, 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 അമ്മച്ചി. ചേച്ചി കുഴപ്പമില്ല തോന്നുന്നേ. ചേച്ചി അമ്മച്ചിയുടെ കൈ മുറിച്ചത്. അമ്മച്ചി, അമ്മച്ചി എണീക്ക്. അമ്മച്ചി, 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 അമ്മച്ചി.
പോവാ. ചേച്ചി അമ്മച്ചി ചത്തുവും ചേച്ചി. ചേച്ചി ചേച്ചി തുറക്ക് ചേച്ചി, കതവ് തുറക്ക് ചേച്ചി. ചേച്ചി കതവ് തുറക്ക്. ചേച്ചി തുറക്ക് ചേച്ചി, കതവ് തുറക്ക് ചേച്ചി. തുറക്ക് ചേച്ചി, തുറക്ക് ചേച്ചി. ചേച്ചി വന്ന് പ്രാർത്ഥിക്ക് ചേച്ചി. ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കാതെ പോയി പപ്പയെ വിളിച്ചോണ്ട് വാടാ. പപ്പ പപ്പ പപ്പ, ഏഞ്ചൽ ചേച്ചി ഓടി വാ. പപ്പ വേഗം വാ, അമ്മച്ചി ഇപ്പൊ ചാകും. ഏഞ്ചൽ ചേച്ചി പപ്പ വേഗം വാ, അമ്മച്ചി ഇപ്പൊ ചാകും. ഏഞ്ചൽ ചേച്ചി വേഗം വാ. എന്താ ഇവന് എന്ത് പറ്റി? ചേച്ചി അമ്മച്ചിയുടെ ബോധം പോയി. ബോധം പോയോ? എങ്ങനെ? ചേച്ചി അമ്മച്ചിയുടെ കൈ വെട്ടിമുറിച്ചു. ചോര ഒലിച്ചു ബോധം പോയി. അമ്മച്ചി ഇപ്പൊ ചാകും. എന്നിട്ട് ചേച്ചി എന്തേ? ചേച്ചി മുറിയിൽ കയറി കഥ അടച്ചു. പപ്പയും കാണുന്നില്ല. ചേച്ചി വന്നേ. ചേച്ചി ദാ ഇവിടെ. അയ്യോ മാതാവി, കൈ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. ചോര ഒരുപാട് പോയി. ആനിയമ്മേ, 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 ആനിയമ്മേ. മാതാവിനോട് പ്രാർത്ഥിച്ചു മുറി ഉണക്കാന്ന് പറഞ്ഞിട്ടാ ചേച്ചി കൈ മുറിച്ചത്. ആനിയമ്മേ, 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 കണ്ണ് തുറക്ക. ചോര കണ്ടപ്പോഴേ അമ്മച്ചിയുടെ ബോധം പോയി. മാതാവി, ഇനി എന്ത് ചെയ്യും? ചേച്ചി മാതാവിനോട് പ്രാർത്ഥിക്ക, എന്നാലേ മുറി ഉണക്കാൻ പറ്റൂ. അത് ഞാൻ പ്രാർത്ഥിക്കേം ചേച്ചി. ആദ്യം മോൻ പോയി പപ്പയെ വിളിച്ചോണ്ട് വാ. പപ്പ ഇവിടെ എങ്ങും കാണുന്നില്ല. ചേച്ചി പോയി ഒളിക്കുകയും ചെയ്തു. പപ്പ പറമ്പിലിരുന്ന് ജോലി ചെയ്യാ. മോൻ പോയിട്ട് വാ. ആനിയമ്മേ, ആനിയമ്മേ. അയ്യോ, എന്റെ മാതാവ് എവിടെ? അമ്മച്ചി, എന്റെ മാതാവ് എവിടെ പോയി? അമ്മച്ചി കണ്ടു എന്റെ മാതാവിനെ? അതെ, ആനിയമ്മയുടെ കൈ മുറിഞ്ഞ് ചോര എലിക്കുക. ആനിയമ്മയ്ക്ക് ബോധമില്ല. മാതാവിനോട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതായി ഞാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാരമില്ല, മാതാവ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്റെ മാതാവേ, ആനിയമ്മയുടെ കൈ മുറിഞ്ഞ് ചോര എലിക്കുക. എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയത്തില്ല മാതാവേ. പപ്പയെ വിളിക്കാനായിട്ട് കെവിൻ പോയിട്ടുണ്ട്. ആനിയമ്മയ്ക്ക് ബോധം തിരിച്ചു കൊടുക്കണേ മാതാവേ. വേഗം ആ മുറിവ് ഉണക്കി തരണേ മാതാവേ. എന്റെ മാതാവേ, ആനിയമ്മയെ കാത്തോളണേ മാതാവേ. മാതാവേ, ഉമ്മ.
എന്നതാടാ എന്നതാ സംഭവിച്ചേ? ഓ, എന്നാ പറ്റിയേ? കൈ മുഴുവൻ ചോരയാണല്ലോ. ചേച്ചി അനിയമ്മയുടെ കൈ മുറിച്ചെന്നാ കെവിൻ പറഞ്ഞത്. എന്നാത്തിനാ? വെറുതെ ആരെങ്കിലും കൈ മുറിക്കോ? സത്യമായിട്ടും ഞാൻ കണ്ടതാ അപ്പാ. ചേച്ചിയാ മുറിച്ചത്. ഞാനാ തുണി വെച്ച് കെട്ടിക്കൊടുത്തത്. ആനി, ആനി, ആശുപത്രിയില് കൊണ്ടുപോണോ പപ്പ? നോക്കട്ടെ. ആനി, അമ്മച്ചിക്ക് ബോധം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെ കുറച്ച് വെള്ളം എടുത്ത് വേഗം. ആനി, 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 കണ്ണ് തുറക്കാനി. അമ്മച്ചി, ആനി, കണ്ണ് തുറക്കാനി. ആനി, ദാ ആനി. പപ്പ. ആനി, 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 എന്നതാ ഉണ്ടായേ? ഇച്ചാനെ പോന്നു. ഓ, തിരിച്ച് എന്നോട് ചോദ്യം ചോദിക്കാനല്ല പറഞ്ഞത്. ഈ കൈക്ക് എന്നാ പറ്റിയതാന്ന്. ഓ, അയ്യോ, എന്റെ കർത്താവേ. അയ്യോ, എന്റെ പതുക്കെ. എന്റെ കൈ, ആ ദുഷ്ടത്തി എന്റെ കൈ വെട്ടി മുറിച്ചല്ലോ. ആര്? ഇസയാണോ അത് ചെയ്തത്? അത് ഈസമോള്. ഞാൻ പറയാവേ. അതിനിപ്പോ ഇത്ര ആലോചിക്കാൻ എന്നതാ? ഇസയാണോ നിന്റെ കൈ മുറിച്ചെന്നാ ചോദിച്ചത്? ആണോന്ന് ചോദിച്ചാലേ അത് പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ചീര അരിഞ്ഞോണ്ടിരുന്നപ്പോഴേ കത്തി ഒന്ന് കൊണ്ടു. അല്ല, ചേച്ചി കത്തിയെടുത്ത് വെട്ടിയതാ. എന്നാത്തിനാനി നീ ഇങ്ങനെ കള്ളം പറയണേ? ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. കത്തി കൊണ്ട് തന്നെയാ മുറിഞ്ഞത്. പക്ഷെ ആ കത്തി ഇരുന്നത് ഇസമോളുടെ കയ്യിലാണെന്ന് മാത്രം. അവൾ എവിടെ? എന്നാത്തിന് ഇങ്ങനെ കടന്ന് വിളിച്ചു പോകുന്നേ? അവൾക്കൊരു കയ്യബദ്ധം പറ്റി, അത്രേ ഉള്ളൂ. കയ്യബദ്ധോ? ബോധം പോകുന്ന വിധത്തിൽ മുറിവുണ്ടാക്കാന്ന് വെച്ചാ അതിന് കയ്യബദ്ധം എന്നാണോ പറയുന്നത്? എന്റെ ഇച്ഛായ അത് വീട് കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. അവള് അവിവേകം എന്തെങ്കിലും കാണിച്ചാ തന്നെ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? എന്റെ കൈ മുറിക്കട്ടെ ചോദിച്ചാ ഞാൻ സമ്മതിച്ചില്ല. മോനി പറഞ്ഞത് സത്യമാണോ? അനി കത്തിയെടുത്ത് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് കൈ മുറിക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഒരു അബദ്ധമല്ലല്ലോ, മനഃപൂർവ്വമല്ലേ? മുറിഞ്ഞത് എന്റെ കയ്യ, അതിൽ എനിക്ക് പരാതിയുമില്ല. പിന്നെന്താ പ്രശ്നം? അത് വിട്ടേക്ക്. ഏയ്, ഇതങ്ങനെ വിടാൻ പറ്റത്തില്ല. നീ ഞാനും മാത്രമല്ല, 2 കുഞ്ഞുങ്ങള് വേറെയുമുള്ള വീടത്. കൈത്തിണ്ട മുറിച്ചുള്ള ഈ കളി അവള് നാളെ ഈ കുഞ്ഞുങ്ങളെടുത്ത് ഇറക്കില്ലെന്ന് എന്നതാ ഇത്ര ഉറപ്പ്? അവളിത് എന്നാത്തിനാ ചെയ്തെന്ന് എനിക്ക് അറിയണം. എടി ഇസേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മോനെ, ഇസ എവിടെ? അമ്മച്ചിക്ക് ബോധം പോയപ്പം ചേച്ചി ഓടി മുറി കയറി കഥകടിച്ചിരിക്കുക. കാണിച്ചു കൊടുക്കാൻ. എടി ഇസേ, എടി ഇസേ, വാലോർക്കടി. ഇസേ, 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 എടി ഇസേ, വാലോർക്കടി. എടി കഥ ഓർക്കാൻ, എടി കഥ ഓർക്കാൻ, എടി കഥ ഓർക്കാൻ, എടി കഥ ഓർക്കാനാ പറഞ്ഞത്. ഇസേ, എടി കഥ ഓർക്ക്, എടി തുറക്കാൻ. ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാൻ. അത് വീട് ഞാൻ ചോദിച്ചോളാം അവളോട്. നീ അങ്ങനെ ചോദിക്കണ്ട. എടി ഇസേ, കഥ ഓർക്കാൻ, എടി തുറക്കടി. ഇസേ, എടി കഥ ഓർക്കാൻ. ഞാൻ വിളിക്കാം അവളെ, പക്ഷെ എന്റെ കൊച്ചിനെ ഉപദ്രവിക്കരുത്. ഞാൻ വിളിച്ച അവള് കഥകു തുറക്കും. അതന്നെ, ഞാൻ വിളിച്ച അവള് തുറക്കില്ലേ? എടി കഥ ഓർക്കടി. പപ്പ അടിക്കുന്ന പേടിച്ചിട്ടാ. ചേച്ചി അടിക്കില്ലേ പപ്പ? അടിക്കരുത് അവളെ, ഞാൻ പറഞ്ഞേക്കാം. മോളെ, മോള് കഥകു തുറക്ക്. പപ്പയൊന്നും ചെയ്യത്തില്ല. മോളെ, കഥകു തുറക്ക് ചേച്ചി. തുറക്കാതെ വരുന്നാലാ പപ്പയ്ക്ക് ദേഷ്യം വരുന്നത്. ഇറങ്ങി വാ. മോള് കഥകു തുറക്ക്. ഇറങ്ങി വാ മോളെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. മോളിഞ്ഞു വാ. വാടി ഇങ്ങോട്ട്. പറയടി, എന്നാത്തിനാ നീ അമ്മച്ചിയുടെ കൈ മുറിച്ചത്? പറയടി, ചോദിച്ചിട്ടില്ലേ? അബദ്ധത്തിൽ കത്തി കൊണ്ടതാണെന്ന് പറയും. മനഃപൂർവ്വം ചെയ്താന്ന് എനിക്കറിയാം, പക്ഷേ അത് ചെയ്യാനുള്ള കാരണം എന്താന്ന് എനിക്കറിയേണ്ടത്. പറയടി. അല്ലെങ്കിൽ പപ്പയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. ഞാൻ പറഞ്ഞിട്ട് അവള് മുറിച്ചത് എന്താ പോരെ? നീ പറഞ്ഞിട്ടോ? എന്നാടി, എന്നെ പൊട്ടം കളിപ്പിക്കാണോ?
സ്വന്തം കൈ നീട്ടി വെച്ച് കൊടുത്തിട്ട് വെട്ടിമുറിച്ചോന്ന് നീ പറഞ്ഞു അല്ലേ? അത് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ മണ്ടനാണെന്നാണോ നിന്റെ വിചാരം? അമ്മച്ചി മുറിക്കാനൊന്നും സമ്മതിച്ചില്ലായിരുന്നു. ചേച്ചി പിടിച്ചു വെച്ച് മുറിച്ചതാ. എന്തിനാ ചേച്ചി അത് ചെയ്തത്? പാവല്ലേ അനിയമ്മ. എടീ, നീ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നല്ല ഒന്നാന്തരം അടി മേടിക്കുമെന്നു. ഞാൻ കമ്പെടുത്തോണ്ട് വരട്ടെ പപ്പാ? വേണ്ട, ഞാൻ പറയാം. എന്നാ പറയടി. കൈ മുറിച്ചാലും അപ്പൊ തന്നെ ഇത് മാതാവ് ഉണക്കി തരൂന്ന ഞാൻ കരുതിയത്. കൈ മുറിച്ച മാതാവ് ഉണക്കി തരുമെന്നോ? എന്നാത്തിന്? പപ്പ അറിഞ്ഞില്ലേ, ചേച്ചിക്ക് മാതാവിന്റെ അനുഗ്രഹം കിട്ടി. മോൾ ഇങ്ങോട്ട് വന്നേ. വെറുതെ ഈ ചെറുക്കൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞിട്ട് പോയാ മതി. എങ്ങനെ മാതാവിന്റെ അനുഗ്രഹം കിട്ടിയെന്ന് നീ പറയുന്നേ? അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, എനിക്കും അനുഗ്രഹം തരണേന്ന്. ഏഞ്ചല് മാതാവിനോട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ സാധിക്കുന്ന പോലെ എന്നെ കൊണ്ടും പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്യാഗ്രഹം, അസൂയ, അതിന് മാതാവിനെ കൂട്ടുപിടിച്ചു. എന്നിട്ട് അനുഗ്രഹം എല്ലാം കിട്ടിയായിരുന്നു എന്റെ മോൾക്ക്? ആ കിട്ടിയായിരുന്നു. എനിക്ക് പായസം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചപ്പോ സേമിയ പായസം കിട്ടിയായിരുന്നു. പായസോ? എന്നൊക്കെ അടി പറയുന്നത്? ആ സേമിയ പായസം ഞാൻ കൊണ്ടുകൊടുത്തതായിരുന്നു പപ്പ. അപ്പൂസിന്റെ അച്ഛന്റെ പിറന്നാളിന് ഉണ്ടാക്കിയതാ അത്. എനിക്ക് കുടിക്കാനായിട്ട് അപ്പൂസ് കൊണ്ടുവന്നതാ. അതാ ഞാൻ ഇവിടെ കൊണ്ടുകൊടുത്തത്. അത് മാതാവ് തന്നതൊന്നും അല്ലായിരുന്നു. ഓരോരോ വേഷം കെട്ടലായിട്ട് ഇറങ്ങിക്കോളും. ഈ കൊച്ചിന് മാതാവിന്റെ അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിലേ അതവള് മാതാവിനോട് കളങ്കമില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ടാ. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ മെഴുകുരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആദ്യം മനസ്സ് ശുദ്ധായിരിക്കണം. നിന്നെ ഇതിനു വേണ്ടി പറഞ്ഞുവിടുന്ന ഈ അമ്മച്ചിയുടെ മനസ്സില് വിഷവാ. വിഷം ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിക്കൊള്ളണം. അയ്യോ, മാതാവ് പായസം നിന്ന് അനുഗ്രഹിച്ചു പോലും. നിന്റെയൊക്കെ തലച്ചോറിൽ എന്നാടി കളിമണ്ണാണോ? ഞങ്ങൾ അല്പം ബുദ്ധി കുറഞ്ഞവര് തന്നെയാ, സമ്മതിച്ചു. ഞങ്ങൾക്ക് ദൈവാധീനവും കുറവാ. നിങ്ങളുടെ മക്കള് മാത്രം വലിയ പുണ്യാളനും പുണ്യാളത്തി പോരെ? പോരാ. ഇതേപോലെ പട്ടം ചാർത്തി തന്ന് ബഹുമാനിച്ചിട്ട് അങ്ങോട്ട് പോയാ മാത്രം പോരാ. ഇനി മേലിൽ ഇത്തരം ഏർപ്പാടുമായിട്ട് ഈ വീട്ടിൽ ജീവിച്ചു പോവാന്ന് കരുതണ്ട. ദൈവം കൂടെ ഉണ്ടാവണമെങ്കിലേ ആദ്യം മനസ്സിലെ കുബുദ്ധി എടുത്ത് കളയണം, സ്വാർത്ഥത കളയണം. പരിശുദ്ധമായ മനസ്സിൽ മാത്രമേ ദൈവം കടാക്ഷിക്കൂ. ഏഞ്ചലിനെ ഏഞ്ചലാക്കി മാറ്റിയത് ഇവിടെ അനുഭവിച്ച വേദനയും ജീവിതവും ദുഃഖവും കാരണമാണ്. എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിട്ടും ഒരാപത്തും ഇവൾക്ക് സങ്കടമുണ്ടാക്കിയവർക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാ മാതാവ് ഇവൾക്കൊപ്പം നിൽക്കുന്നത്. ആ കട്ടിൽ കണ്ട് ആരും പനിക്കണ്ട. ഏഞ്ചലാവാൻ ആരും ശ്രമിക്കാൻ വേണ്ട, നടക്കത്തില്ല. ഒരു സംഭവം അറിഞ്ഞു? ചേച്ചിയാ ആനിമയുടെ കൈ മുറിച്ചത്. കത്തി എടുത്തിട്ട് കൈ പിടിച്ചു വെച്ച് മുറിച്ചു എന്നാ കെവിൻ മോൻ പറഞ്ഞത്. പാവ ആനിയമ്മ അല്ലേ അമ്മച്ചി? പപ്പ വലിയ വഴക്കുണ്ടാക്കി. ചേച്ചി അടിക്കാനൊക്കെ വന്നു. ഞാൻ അടിക്കല്ലേന്നും പറഞ്ഞ് കരഞ്ഞപ്പോഴാ പപ്പ വിട്ടത്. എന്തിനാ അമ്മച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ അമ്മച്ചി എന്തൊന്നും മിണ്ടാത്തത്? അമ്മച്ചിക്ക് മോളോടൊന്നും പറയാനില്ലേ?
മനസ്സിലായി. കൂട്ടിന് മാതാവില്ലാത്തത് കൊണ്ട് അമ്മച്ചിക്ക് മോളോട് പിണക്കുവാണല്ലേ. ആരാ മാതാവിനെ എടുത്തോണ്ട് പോയതെന്ന് എനിക്കറിയില്ല അമ്മച്ചി. അതെ, അമ്മച്ചി പിണങ്ങണ്ടാട്ടോ. അതെ, ഞാൻ പപ്പയോട് പറഞ്ഞ അമ്മച്ചിക്ക് വേറൊരു മാതാവിനെ കൂട്ടിന് തരാട്ടോ. പപ്പ വലിയ ദേഷ്യത്തില. എന്നാലും ഞാൻ ചെന്നൊന്ന് സോപ്പിട്ട് നോക്കട്ടെ. എവിടെന്നേലും ഒരു മാതാവിനെ പപ്പ ഒപ്പിച്ചു തരും. ഇപ്പൊ വരാവേ. എന്തു പറ്റി മോളെ? പാവ അനിയമ്മ അല്ലേ പപ്പ? ഒരുപാട് ചോര പോയി. കൈത്തണ്ടയെ മുറിച്ചത് ചാവായിരുന്നത് ഭാഗ്യം. ഇസച്ചേച്ചി അറിയാതെ ചെയ്തതല്ലേ, വഴക്ക് പറയണ്ടായിരുന്നു. അറിയാതെ ചെയ്തതോ? ഒരാളുടെ കൈ അറുത്ത് മുറിച്ചിട്ട് അറിയാതെ ചെയ്താന്ന് പറഞ്ഞാ മതിയല്ലോ. ഇസച്ചേച്ചിക്ക് എന്താ അങ്ങനെ തോന്നിയത്? അഹങ്കാരം. അനാവശ്യ കാര്യങ്ങൾ ഓരോന്ന് കൊച്ചുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ആലോചിക്കണം, അത് സ്വയം വിനയായി മാറുമെന്ന്.